ഞങ്ങൾ ടീച്ചേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഡിഗ്രി എന്ന പ്രോഗ്രാമിന് തോൽക്കുന്നത് എന്ന്. പക്ഷേ ഉള്ളറകളിലേക്ക് കടക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുക. തുടക്കത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ദുസ്സഹമാവും. എന്നാൽ അത് ക്രമേണ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് സാധ്യമാകും. എന്തുകൊണ്ട് നിങ്ങൾ എൻജിനീയറിങ്ങും മെഡിസിനും അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ പല വിദ്യാർത്ഥികളും പറയാറുണ്ട്, ഇത് സാധാ ഒരു ഡിഗ്രി പ്രോഗ്രാം അല്ലേ, പരീക്ഷയുടെ തലേദിവസം പഠിച്ചാലും ജയിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡിഗ്രി എന്ന പ്രോഗ്രാം എടുക്കാനുള്ള കാരണം. ഏത് കാര്യത്തിനെയും ലാഘവത്തോടെ എടുക്കുന്നത്, ടേക്ക് ഇറ്റ് ലൈറ്റ്, വളരെ വലിയൊരു കാര്യമാണ്, വലിയൊരു മനസ്സാണ്. പക്ഷേ കൂടുതൽ ലൈറ്റ് ആവുന്നതും പരീക്ഷയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ദുസ്സഹമായൊരു കാര്യം കൂടിയാണ്. പറഞ്ഞു വന്നത് ഡിഗ്രി എന്ന പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ. ഡിഗ്രി ജയിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ അന്ന് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അന്ന് തന്നെ പഠിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ കാര്യം ചിലപ്പോഴൊക്കെ അന്വർത്ഥമാവാറുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ ഒരു 50% അവിടെ തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ വീട്ടിൽ പോയി ഒരു ആവർത്തി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ആ 50 എന്നുള്ളത് ഒരു 70 or 80% കടക്കാമായിരുന്നു. പക്ഷേ സമയക്കുറവ് കൊണ്ട് അവരത് വായിക്കില്ല. മറ്റു ചില വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവില്ല, സ്ലോ ലേണേഴ്സ് ആയിരിക്കും അവർ കുറച്ചധികം കാര്യങ്ങൾ കേട്ടിരിക്കാനും കണ്ടിരിക്കാനും താല്പര്യമുണ്ടെങ്കിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അവർ വീട്ടിലിരുന്ന് ചിലപ്പോൾ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. അവർക്ക് ആദ്യം പറഞ്ഞ കൂട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോൾ രണ്ടാമത്തെ കൂട്ടക്കാർ ജയിക്കുകയും ഒന്നാമത്തെ ആൾക്കാർ എളുപ്പമല്ലേ, കുഴപ്പമില്ല, മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് പരീക്ഷയുടെ തലേദിവസം വായിക്കുകയും ചിലപ്പോൾ 1-2 വിഷയത്തിൽ ചില സെമസ്റ്റർ പരീക്ഷയിൽ തോൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പല പാരൻസ് മീറ്റിങ്ങിനും നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ പാരൻസ്, മാതാപിതാക്കൾ പറയുന്നൊരു കാര്യമാണ്, ഇവന് പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ പഠിക്കില്ല. ബീയിങ് എ ടീച്ചർ എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള ഒരു കുട്ടികളും മന്ദബുദ്ധികളല്ല, നല്ല കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് എഴുതിയെടുക്കാനുള്ള കഴിവ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. എളുപ്പമുള്ള കാര്യമാണ്, ജയിക്കാൻ പറ്റുന്ന കാര്യമാണ്, അതുകൊണ്ട് തുടക്കത്തിൽ അത്ര ഉഴപ്പിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന പല വിദ്യാർത്ഥികളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരോടൊക്കെ പറയാനുള്ളത്, തോൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി ചെയ്തുവെങ്കിൽ, പലരും പലാവർത്തി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചില സമയത്ത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് എല്ലാ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ ഒരു ആവർത്തി വായിച്ച് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ടു ഡു ലിസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം ടീച്ചറോട് ചോദിക്കാൻ ശ്രമിക്കുക. ലൈബ്രറി, റിസോഴ്സസ്, മൊബൈൽ ഗാഡ്ജറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക. പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. സെമിനാർ പ്രസൻറ്റേഷനെ കോൾ ഫോർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ സെമിനാർ പ്രസൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ എടുക്കുന്നതിന് മുമ്പായി ഒരു വട്ടമെങ്കിലും പാഠഭാഗം വായിച്ചു പോകുന്നതും നല്ലതാണ്. ഞാൻ ചെറുപ്പത്തിൽ LKGയിലും UKGയിലും LP UP ക്ലാസ്സുകളിലൊക്കെ ഒന്നാമനായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിച്ചാണ്, റിവേഴ്സ് ഓർഡറിൽ ഒന്നാമതായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.